അപ്പൊ ഇതാണ് നമ്മളെ സൈഷേട്ടന്റെ ലുക്ക്. ഹലോ ഗൈസ്. അപ്പൊ നമ്മളിപ്പോ ഇന്നുള്ളത് ഏരിയ സൈഷേട്ടാ നമ്മുടെ അമൃത ടിവിയുടെ സ്റ്റുഡിയോയിലാണുള്ളത്. എറണാകുളത്താണ് ഉള്ളത്. അപ്പൊ ഈ എന്തിനാ ഏത് പ്രോഗ്രാമാ കാര്യങ്ങളൊക്കെ ചിലപ്പോ കുറച്ചൊക്കെ ആർക്കൊക്കെ ഊഹം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും നമ്മളെ കൂടെ വേണം. നമ്മള് ആദ്യമായിട്ടാണ് അമൃത ടിവിന്റെ ഒരു അമൃത ടിവിന്റെ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് ഇപ്പോൾ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ നമ്മളെ ഷോർട്സിൽ ചെറുതായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ. എല്ലാവരും വർക്ക് ക്ഷീണത്തിലൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫ്രഷ് ആയിട്ട് നമുക്ക് എത്ര മണിക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എഴുതിയെത്താൻ 9 മണി നമ്മൾക്ക് സ്റ്റുഡിയോയിൽ എത്തുന്നതാണ് പറഞ്ഞത്. അപ്പൊ ഇത് എല്ലാരും എന്ത് വേണം, സപ്പോർട്ട് വേണം, കാണണം. അപ്പൊ ഇനി ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സാരം കുളിക്കണ്ട. കുഞ്ഞു കുടിച്ചാ ചാടിച്ചില്ലേ? അപ്പോൾ അമൃത ടി വിൻ്റെ അവരുടെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെയുള്ള ക്യാൻറ്റീൻ തന്നെയാട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ രാവിലത്തെ കാപ്പി കുടിച്ചതിന് ശേഷം പിന്നെ ഇപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ നല്ല ദോശ, ചമ്മന്തി, സാമ്പാർ ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം തലേന്ന് രാത്രിയാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് ശേഷം ഇനിയിപ്പം മേക്കപ്പ് പരിപാടിയാണ്. അപ്പോൾ ഈ ചേച്ചിയാണ് ഇന്ത്യൻ ദേവുവിൻ്റെ ഹെയർ സെറ്റാക്കി തന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫേസിന് ചേരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിന് മുന്നേ നമ്മൾ 2 പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നേ. ആ പരിപാടിയിലൊക്കെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടത് ഇവിടുന്ന കേട്ടോ. മുഖത്ത് അധികം മേക്കപ്പ് ചേരാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് മായാമോഹിനിയിലെ ദിലീപിനെ പോലെ തോന്നാറുണ്ട് കേട്ടോ. മേക്കപ്പ് ഇടുമ്പോൾ, ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല സാധാരണ നിലയിൽ. പക്ഷേ ഇത് പ്രാവശ്യം എനിക്ക് വലിയൊരു കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു മുഖത്തൊക്കെ. പോലെ അത്രയും യൂസ് ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. അതുകൊണ്ട് തന്നെ അധികം ഫൗണ്ടേഷനും കാര്യമൊന്നും ഇട്ടിട്ടില്ല. എന്നാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്നെ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയുമല്ലോ, അങ്ങനെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നോർമൽ മേക്കപ്പായിട്ടൊന്നും നമുക്ക് അവരുടെ ക്യാമറേൻ്റെ മുന്നിൽ പോയി നിന്നാൽ ശരിയാവില്ല കേട്ടോ. അതുകൊണ്ട് മേക്കപ്പ് മസ്റ്റാണ്, അത് ഇടുന്നുള്ള അറിയാം. പക്ഷേ ഹെവി മേക്കപ്പ് ആവാതെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് റോസ് പൗഡറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മേക്കപ്പ് ചെയ്തതിനേക്കാളും അടിപൊളിയായിട്ട് തോന്നിയത്, നല്ല പെർഫെക്ഷൻ തോന്നിയത് നമ്മളെ ദേവുവിൻ്റെ മേക്കപ്പ് ആട്ടോ. നമുക്ക് മേക്കപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. കാണാൻ ഉള്ള ലുക്ക് തന്നെ ശരിക്കും മാറിപ്പോയി എന്ന് പറയാം ദേവുവിൻ്റെ മേക്കപ്പിൽ കേട്ടോ. നിങ്ങൾ ആ ഒരു പിങ്ക് ഡ്രസ്സായിരുന്നു ദേവ് ഇട്ടത്. ആ പിങ്ക് ഡ്രസ്സും പിന്നെ ഓളൊരു ആ മേക്കപ്പ് കൂടെ വരുമ്പോഴത്തേക്ക് ആൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ്, നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ കൊണ്ടുപോയതാണ്. ബാക്കി മേക്കപ്പും കാര്യങ്ങളാണ് അവർ ചെയ്തു തരുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കോസ്റ്റ്യൂമിന് പറ്റിയ മേക്കപ്പ് എന്ന് തന്നെ പറയുക. ഞങ്ങൾ ഡ്രസ്സിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയതായിരുന്നു കേട്ടോ. പിന്നെ 11 മണിക്കാണ് നമ്മളെ ഷോ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഇതാണ് ഗൈസ് നമ്മളെ കോസ്റ്റ്യൂം. എല്ലാവരും ഇതാ റെഡി ആയിട്ട്. ഇത് ഏകദേശം കുഞ്ഞു സിദ്ധു സൈഷൊക്കെ നല്ല ലൈറ്റ് കളറിലുള്ള ഡ്രസ്സാണ്. പക്ഷെ ഞാൻ ലൈറ്റ് ആണെങ്കിലും കുറച്ച് വെറൈറ്റി കുറച്ച് അത്ര. പിന്നെ സിമ്പിൾ സിദ്ധുവിനെ കുറച്ച് സുന്ദരനാക്കിയിട്ടുണ്ട്. ഇതിനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു പിടിച്ചു തരാം, സൈഡൊക്കെ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ സൈഷേട്ടൻ്റെ ലുക്ക്. അപ്പം എല്ലാവരും ഒരുങ്ങി റെഡി ആയിരിക്കാണ്. സുന്ദരിയായിട്ടുണ്ട്. കുഞ്ഞുവിനെ സിദ്ധുവിനെ ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്കെല്ലാം സിദ്ധുവിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടാളെയും കാണാൻ. ഒരു ക്യൂട്ടായിരുന്നു കേട്ടോ മക്കൾ. അതേപോലെ തന്നെ സജീഷേറിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സ്കിറ്റും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ
താഴെ നിന്നിട്ടോ കുറച്ച് നേരം. അതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റാണ് നമ്മളെ എന്താ പറയുക ഗസ്റ്റിൻ്റെ ഇതിലേക്കാണല്ലോ വിളിച്ചത്. നേഴ്സസിൻ്റെ തന്നെ എപ്പിസോഡിലാണ് ഇത് ഇവർ പിന്നെ ചെയ്യുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കുറേ മുന്നേ ഇവർ ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണേ. ഒരു പരിപാടിയൊന്നല്ലല്ലോ, ഒരുപാട് പരിപാടികളില്ലേ അമൃത ടി വിയിൽ. നല്ല രസമാട്ടോ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ കാണാൻ. ശരിക്കും അവർ പറഞ്ഞ് അതിൻ്റെ തലേന്ന് അവിടെ മമ്മൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാൻ യോഗമില്ല, ജസ്റ്റ് ഇപ്പം മോഹൻലാലിൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അത്രയും ഇത് നമുക്ക് വിധിച്ചിട്ടുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പോവാനായല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ മേമിനെയും മറ്റേ എല്ലാവരെയും ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാനായി, പരിചയപ്പെടാനായി, അത്ര തന്നെ. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒന്ന് ലുലു മാളിൽ പോകണം എന്നുള്ള പരിപാടിയിലോട്ടാട്ടോ തിരിച്ചു വന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെത് പെട്ടെന്നായിരുന്നേ. ഇവർ മറ്റന്നാൾ ആ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇന്നാണ് വിളിക്കുന്നത്. ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നാളെ രാത്രി നിങ്ങൾ വണ്ടി കയറിയിട്ട് മറ്റന്നാൾ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് അമൃത ടി വിയുടെ സ്റ്റുഡിയോയിലെത്തണമെന്ന്. അങ്ങനെയാണെങ്കിലാണ് ഇതിപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഹർത്താലായിരുന്നു കേട്ടോ. ഹർത്താലായതിനെ കൊണ്ട് തന്നെ യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മക്കൾ 2 പേരും ഇവിടെ ഇല്ലായിരുന്നു, ദേവ് ഇവിടെ ഇല്ലായിരുന്നു. പക്ഷേ 5 ആളും കൂടെ ഇല്ലാതെ ഒരു പ്രോഗ്രാമിന് പോകുക എന്ന് വെച്ചാൽ ഞങ്ങളെ ഫാമിലി റെഡി ആവില്ല. 5 ആളുള്ളതാണല്ലോ നമ്മളെ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 3 ആൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടാട്ടോ ഇവിടെ എത്തിച്ചത്. കാരണം മക്കളെ കൂട്ടിക്കൊണ്ട് വരണം, ദേവുവിന് മംഗലാപുരത്ത് ഇവിടെ എത്തണം, പിടിയെന്നായിരുന്നു. പോണോ പോണ്ടിയോ എന്നുള്ളൊരു ചിന്ത വരെ വന്നു. പക്ഷേ നമുക്ക് ലിനി സിസ്റ്ററെ അനുഗ്രഹം കൊണ്ടും നമ്മളെ എന്താ പറയുക നമ്മളൊരു ആഗ്രഹം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ഈ പ്രോഗ്രാമിന് ഒന്ന് പങ്കെടുക്കാനായി. എൻ്റെ ലൈഫിലോട്ട് ഈ മക്കൾ വന്ന സമയത്ത് ഞാൻ ലിനി സിസ്റ്റർ എല്ലാ പ്രോഗ്രാമിനും ഞാൻ സജീഷനെ നിർബന്ധിക്കാറുണ്ട് കേട്ടോ, കൊണ്ടുപോകണം, എന്ത് റിസ്ക് എടുത്തും പോകണം. കാരണം അവരെ അമ്മയുടെ ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അത് എന്നും അവർക്ക് അത് അവകാശപ്പെട്ടതാണ്, അവരെ ഓരോരിതും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലപ്പോഴും നമ്മൾ അവരെ കൊണ്ടുപോകലുണ്ട്. പലരും പല കമൻസും ഉണ്ടാവും അതിൽ. ചിലപ്പം ചിലർ പറയും പിന്നെ അങ്ങനെ എന്താ പറയുക എന്നെ കൊണ്ടൊക്കെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ മക്കൾ എൻ്റെ ഫാമിലിയാണ്. ഞങ്ങൾ 5 പേരല്ല, ഞങ്ങൾ 6 പേരാണ്, ലിനി സിസ്റ്റർ അടക്കം എന്ന് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പ്രോഗ്രാമിന് പോകുമ്പോഴും ഞാൻ പറയലുണ്ട്, എങ്ങനെ റിസ്ക് എടുത്തിട്ട് ചിലപ്പോൾ തലേന്ന് വിളിച്ച് പറയുകയായിരുന്നെങ്കിൽ പോലും നമ്മൾ മാക്സിമം എത്തിപ്പെടാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ അത് പോട്ടെ. ഇനിയിപ്പം ലുലു മാളിൽ എത്തിയിട്ടുണ്ടേ. ഏതൊരു വീട്ടമ്മേനെ പോലെ തന്നെ ലുലു മാളിൽ എത്തിക്കഴിഞ്ഞാൽ പച്ചക്കറീൻ്റെ അടുത്തേക്ക് നോക്കുന്നത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വേറെ എന്തെങ്കിലും നോക്കുമ്പോൾ ഞാൻ പറയും ഫ്രഷായ പച്ചക്കറി, അല്ലെങ്കിൽ ഫ്രഷായ പൊന്നീറ്റ, ഫ്രഷായ മല്ലിച്ചപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ അങ്ങനെ ഞാൻ ആ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. പുറത്തൊരാളോട് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് അല്ലാത്ത സാധനങ്ങളുണ്ടല്ലോ, ഫ്രൂട്ട്സ് അല്ല കേട്ടോ, ഫ്രൂട്ട്സൊന്നും വാങ്ങിച്ചിട്ടില്ല. അതായത് ഗോതമ്പ് പുട്ടുപൊടി, അരീൻ്റെ പുട്ടുപൊടി, ഈ സാധനങ്ങൾ ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഗോതമ്പിൻ്റെ പുട്ടുപൊടി നല്ല ടേസ്റ്റാട്ടോ ലുലു മാളിലുള്ള. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഇനി നമ്മൾ തിരിച്ചു പോവുക. അതിലും ഏറെ എനിക്കൊരു സന്തോഷം ഉണ്ടായെന്ന് വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഗുരുവായൂർ ടച്ച് ചെയ്ത് വരാൻ പറ്റിയിട്ടോ. മനസ്സ് പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല, പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഒരു 3 കൊല്ലത്തിൻ്റെ അടുത്തായി. ഞങ്ങൾ 2023 തോന്നുന്നു ഞങ്ങൾ ഗുരുവായൂർ പോയത് കേട്ടോ. പോകണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദേവു ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാനുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യം ഒത്തുവരൂല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പനും കൂടെ മനസ്സ് വെക്കണമല്ലോ. ഒരു അപാര ശക്തി തന്നെയാട്ടോ. ഞാൻ നിലവിളിക്കും പോലെ പറയലുണ്ട്, ഒന്ന് ഗുരുവായൂർ പോണ്ടിന്, ആ സമയത്താണ് നമ്മൾ പോയത് കാറിലാണല്ലോ. അപ്പോൾ ആ ഡ്രൈവർ തിരിച്ചു വരുന്ന സമയത്ത് കേട്ടോ ഏട്ടൻ ചോദിച്ച് പിന്നെ ഇങ്ങൾക്കൊന്ന് ഗുരുവായൂർ തൊഴണമെന്ന് വെച്ചു. നമ്മൾ രാവിലെ കുളിച്ചതാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തൊഴുതാൽ മതിയെന്ന്. കാരണം നമ്മൾ അത്ര വൃത്തിയിലും കാര്യങ്ങളിലും ഒന്നും അല്ലല്ലോ വന്നത്, തിരിച്ചു വരുന്ന വഴിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടയിലൊന്ന് പോയി തൊഴുതു, കാലും കൈയൊക്കെ ഒന്ന് കുളത്തുനിന്ന് കഴുകി. അതിന് ശേഷം പിന്നെ ഞാൻ ഇത് പ്രത്യേക ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ വടക്കാന്ന് തോന്നേ, കുളമുള്ള ഭാഗം. എനിക്ക് വടക്കും തെക്കും ശരിക്കും അറിഞ്ഞുകൂടാ. അപ്പം അവിടെയുള്ള നാരായണീയ യജ്ഞസമിതി എന്ന് വാങ്ങിയ ഹരിചന്ദനവും ഗോപീചന്ദന കേട്ടോ. ഞാനിത് പല വീഡിയോസിലും കണ്ടിട്ട് എൻ്റെ മൈൻഡിൽ എനിക്ക് വാങ്ങണം എന്ന് അത്ര ആഗ്രഹിച്ചതാണ്. അപ്പം ഞാൻ നേരെ നടന്ന് പോയിട്ട് അവിടെ പോയ സമയത്ത് ഈ സാധനം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്, നമുക്ക് എന്തോ ഇഷ്ടപ്പെടും. അപ്പം വാങ്ങാൻ പറ്റുന്ന പോലൊക്കെ പോയി വാങ്ങിക്കോളിട്ടോ. ഗുരുവായൂരെത്തിയാൽ നാരായണീയ യജ്ഞസമിതിയിലാണ് ഇത് വാങ്ങാൻ കിട്ടുക. അതിനുശേഷം തൊഴുത് മനസ്സങ്ങോട്ട് നിറഞ്ഞിട്ടോ. സത്യത്തിൽ ഗുരുവായൂർ പോയിട്ട് ആ നടയിൽ നിന്നൊന്ന് തൊഴുതിട്ടുള്ളൂ. അപ്പം തന്നെ ഞങ്ങൾ തിരിച്ച് വന്നേ. ഇനിയിപ്പം നമുക്ക് എപ്പോഴെങ്കിലും പറ്റുമ്പോൾ നല്ല വൃത്തിയിലും കുളിച്ച് രാവിലെ തന്നെ നമുക്ക് തൊഴാനാവുന്ന പോവാം.
തലേന്ന് രാത്രി 1 മണിക്ക് പോയതാട്ടോ. ഇന്നിപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 8 മണിയായി. നമ്മൾ ആ വണ്ടിയിൽ തന്നെ പോയി വണ്ടിയിൽ തന്നെ തിരിച്ച് വന്നതാണ്, കാറിൽ പോയിട്ട്. ഇനിയിപ്പം നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണം. ഏകദേശം ഒരു 8:30-9 മണീൻ്റെ അടുത്തൊക്കെ ഏകദേശം സമയമായി. എല്ലാവർക്കും ക്ഷീണമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇനി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും ക്ഷീണമായി, യാത്ര തന്നെയാണല്ലോ. പക്ഷേ എനിക്ക് ഈ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ഫാമിലീനോട് പറയണമെന്നുണ്ടായിരുന്നു. പോയതും നമ്മളെ ഇങ്ങനെ മക്കൾക്ക് കിട്ടിയൊരു അവരുടെ അമ്മയുടെ പേരിൽ കിട്ടിയ കുറേ അംഗീകാരങ്ങളൊക്കെ നിങ്ങളോട് പറയണമല്ലോ. കാരണം ലിനി സിസ്റ്ററും ഫാമിലിയും നിങ്ങളെ സ്വന്തമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ലിനി സിസ്റ്ററും ഫാമിലിയിൽ പെട്ടതാണ് നമ്മളെ ഓരോരോ സബ്സ്ക്രൈബേഴ്സും. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടുണ്ട്. എന്നെ ആരെങ്കിലും ബാഡ് കമൻറ്റ് ഇട്ടാൽ ഞാൻ അതിൻ്റെ അടിയിൽ കാണലുണ്ട് പോസിറ്റീവ് ഒരുപാട് കമൻസ്, അതിനെ എതിർത്ത് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്കൊരുപാട് ആളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എൻ്റെ കൂടെ നിൽക്കാൻ, എൻ്റെ മക്കളെ നല്ലപോലെ വളർത്തിക്കൊണ്ടുവരാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുറേ അമ്മമാരുണ്ട്, ഏച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു തോന്നലാട്ടോ നിങ്ങളെൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓരോ വീഡിയോസും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ പിന്നെ ഹോട്ടലിലെത്തിയതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ ആട്ടോ കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമായി, നമുക്ക് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് പുറത്തുനിന്ന് തൊടാനായല്ലോ. പിന്നെ രാത്രി എന്നപ്പോൾ എന്തായാലും മക്കൾക്ക് നോൺ വെജ് വേണം. അറിയാമല്ലോ കുഞ്ഞുവിൻ്റെ സിദ്ധുവിൻ്റെ സ്വഭാവം, ദേവുവിൻ്റെ സ്വഭാവം ഒക്കെ ഏകദേശം വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ചിക്കൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിക്കനും പൊറാട്ടയും അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് ഒരു ഐഡിയയിലാണ് എൻ്റെ മക്കൾ ഇപ്പോൾ ഇറങ്ങുന്നത്. പിന്നെ എന്നോട് അമൃത TV ന്ന് അവിടുന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വ്ളോഗൊക്കെ എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങിയതിൻ്റെ ഒരു കാര്യം. കാരണം യൂട്യൂബ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം നമ്മൾ തുടങ്ങിയത് എന്താണ്. അപ്പം ഞാൻ പറഞ്ഞൊരു ആൻസർ ഉണ്ട്, എന്നെ അറിയണം, ഞാൻ എൻ്റെ നമ്മുടെ മക്കളെങ്ങനെ നോക്കുന്നതെന്ന് അറിയണം, മക്കളെ വളർച്ച അറിയണം. ഓരോ നിമിഷവും നമ്മളെ മക്കളും ലിനി സിസ്റ്ററും ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഞാനിങ്ങനെ ഓരോ വീഡിയോസും കാര്യം ഇടുമ്പോൾ വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ജനങ്ങൾക്കിത് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നില്ല നമ്മളെ ഫാമിലിയിലേക്ക് എത്തി നോക്കി ആരും തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ നിങ്ങളെ കൂടെയാണ് ജീവിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് യാത്ര ചെയ്തപ്പോൾ തന്നെ സിദ്ധുവിനൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വന്നിക്കിട്ടോ. അതാണ് ഇങ്ങനെ ഈ നെഞ്ഞൊക്കെ പിടിച്ച് അയ്യോ ഇങ്ങെത്തി എന്നൊക്കെ ആട്ടോ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സമാധാനിപ്പിച്ച് ഇതാ എത്തി, കോഴിക്കോടെത്തി, ഇതാ കൊയിലാണ്ടി എത്തി, വടകരയ്ക്ക് എത്താനായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ സിദ്ധുവിനെ നമുക്ക് എന്തും പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. ഞാൻ എന്ത് പറഞ്ഞാലും കൺവിൻസ് ചെയ്താലും ഓൻ പറയും, മോനെ കാലിന് എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ അത് കുറച്ച് കഴിഞ്ഞാൽ പോവും മോനെ, അത് ഇന്നതാക്കിയാൽ പോവും മോനെ, അത് ഓക്കെ, അതോനെ കൺവിൻസായി. അങ്ങനെ കേട്ടോ ഓൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ഞാൻ പറഞ്ഞത് എത്തി അല്ലെങ്കിൽ ഇതാ കഴിഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ പോയി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് വന്ന് ഫ്രൈഡ് റൈസ്, ബിരിയാണി, പൊറാട്ട, ചപ്പാത്തി, അങ്ങനെ നൈസ് പത്തിരി, ഈ എല്ലാ സാധനവും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം മക്കൾ കുറച്ച് നേരം ആയല്ലോ ഇത് വെയിറ്റ് ചെയ്യുന്ന നോൺ വെജ് കഴിക്കാൻ. വൈകുന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്ത് തൊഴുതത്. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.